നമസ്കാരം. കേരളത്തിൽ ഇക്കുറി BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണെന്ന് നമുക്കേവർക്കും അറിയാം. 2 അക്ക സീറ്റ് BJP നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അത് അമിത ആത്മവിശ്വാസമാണെന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് കേരളത്തിലെ ഇടത് വലത് പാർട്ടിക്കാർ. എന്നാൽ BJP ചില മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിച്ചു. ആ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ സ്ഥാനാർത്ഥികളായി. അവിടേക്ക് BJPയുടെ കേന്ദ്ര നേതാക്കളെത്തി. അവിടേക്ക് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കണക്കും അധികമായി നൽകി. പക്ഷേ BJPയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു മണ്ഡലം. ആ മണ്ഡലത്തിലെ പ്രവർത്തനം കണ്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ അന്തം വിട്ടിരിക്കുന്നു. ആ മണ്ഡലം മറ്റൊന്നുമല്ല, നമ്മുടെ ആലപ്പുഴയാണ്. ആലപ്പുഴയിലേക്ക് സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം നിയോഗിച്ചപ്പോൾ കേന്ദ്ര നേതാക്കൾ പോലും കരുതി കാണില്ല ഇത്ര വേഗം ആലപ്പുഴയുടെ മണ്ണിനെ ഇളക്കി മറിക്കും ശോഭാ സുരേന്ദ്രനെന്ന്. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുടെ വൈകാരികത തിരിച്ചറിഞ്ഞിരുന്നു. ആ വൈകാരികത കൃത്യമായി മനസ്സിലാക്കിയ ശോഭാ സുരേന്ദ്രൻ ദിവസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയുടെ കളം പിടിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത്രയേറെ ഒന്നും വളക്കൂറില്ലാത്തൊരു മണ്ണാണ് BJPക്ക് ആലപ്പുഴ. നേരത്തെ 2-3 തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വരെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ചിഹ്നത്തിൽ നിർത്താൻ കിട്ടാതിരുന്ന ഒരു മണ്ഡലം. കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ KS രാധാകൃഷ്ണന് കഴിഞ്ഞിരുന്നു. 1,87,000 വോട്ട് അവിടെ KS രാധാകൃഷ്ണൻ സമാഹരിച്ചു. ആ വോട്ട് നേട്ടത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രനെ പാർട്ടി നിയോഗിച്ചത്. ശോഭാ സുരേന്ദ്രന് അപ്രതീക്ഷിതമായിരുന്നു ആലപ്പുഴ എന്ന സീറ്റ്. ശോഭാ സുരേന്ദ്രന് മത്സരിക്കാൻ മറ്റു ചില സീറ്റുകളിൽ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി അവസാന നിമിഷമെടുത്ത തീരുമാനത്തെ ശിരസ വഹിച്ചുകൊണ്ട് പെട്ടിയുമെടുത്ത് ആലപ്പുഴയിലേക്ക് വണ്ടി കയറി ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമുണ്ട്, അത് നമ്മൾ പരിശോധിക്കണം. എവിടെയൊക്കെ മത്സരിച്ചാലും തൊട്ട് മുൻപത്തെ സ്ഥാനാർത്ഥി പാർട്ടിക്ക് വേണ്ടി സമാഹരിച്ചതിനേക്കാൾ ഇരട്ടി വോട്ട് നേടിയ ചരിത്രമാണിത്. അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത. ഇത്രത്തോളം ശക്തിയായ ഒരു പോരാട്ടത്തിൻ്റെ അവസാന വാക്ക് നമുക്ക് പറയാം, അത് ശോഭാ സുരേന്ദ്രനാണ്. എവിടെയും തളരാത്ത പ്രകൃതം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ട് ആ സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു മാന്ത്രികത, അതൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തന മികവെന്ന് കൃത്യമായി നമുക്ക് പറയാം. ആ ശോഭാ സുരേന്ദ്രനെയാണ് ആലപ്പുഴയിലേക്ക് BJP കൊണ്ടുവന്നത്. ഒടുവിൽ ഇപ്പോൾ ആദ്യ റൗണ്ട് പ്രചരണം അവസാനിക്കുമ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ പോലും അമ്പരപ്പിക്കുകയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയുടെ മണ്ണിനെ ഇളക്കി മറിക്കുകയാണ്. ആലപ്പുഴയിൽ ഇടതു വലതു കോട്ടകളെ ആശങ്കയിലാക്കിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ. ഇത് അതിശയോക്തിയല്ല. ആലപ്പുഴയിലെ ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ ഒരു തവണയെങ്കിലും ശോഭാ സുരേന്ദ്രൻ എന്ന പേര് ഇതിനിടയിൽ ഉരുവിട്ട് കാണും. അത്രത്തോളം ആർജവത്തോടുകൂടി അത്രത്തോളം ഊർജ്ജസ്വലയായിട്ടാണ് ആലപ്പുഴയുടെ ഓരോ മുക്കിലും മൂലയിലും ശോഭാ സുരേന്ദ്രൻ പ്രചരണത്തിനെത്തുന്നത്. മണിക്കൂറുകൾ നീളുന്ന പ്രചരണത്തിന് ഇടവേളകൾ പോലും കുറവാണ്. കൂടെയുള്ളവർ ക്ഷീണിച്ചാൽ മാത്രമേ ചിലപ്പോൾ ആ ഇടവേളകൾ പോലും നൽകൂ. അത്രത്തോളം തനിക്കൊരു പരിഭവമോ പരാതിയോ പറയാതെ പാർട്ടി നിർദ്ദേശിച്ച ആ മണ്ഡലത്തിൽ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനുള്ള കഠിനമായ പരിശ്രമം ശോഭാ സുരേന്ദ്രൻ നടത്തുകയാണ്. ഇതാണ് പ്രവർത്തകരെ ആവേശഭരിതരാക്കുന്നത്. ഇടത് വലത് കോട്ടകളിൽ കയറിപ്പോലും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, എന്താണ് കുറിക്കുകൊള്ളുന്ന വാക്കുകൾ അതുമാത്രം ഉപയോഗിച്ചുകൊണ്ട്, യഥാർത്ഥ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ നടത്താതെ പ്രചരണത്തിൽ സജീവമാവുകയാണ് ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിലെ തീരദേശ മേഖലകളിൽ ഉള്ള ആളുകളെ, അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ കൃത്യമായ ആകുലതകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട പ്രതിവിധി പറഞ്ഞുകൊണ്ട് തനിക്കൊരു അവസരം തന്നാൽ, തന്നെ ഒരു ജനപ്രതിനിധിയാക്കിയാൽ താൻ ഇന്ന കാര്യങ്ങൾ ആലപ്പുഴയിലെ അധസ്ഥിത വർഗത്തിന് വേണ്ടി ചെയ്യാമെന്ന് വാക്ക് പറയുകയാണ്. ആലപ്പുഴയിലെ തീരദേശ മേഖലയിലെ കുടിവെള്ള പ്രശ്നമടക്കമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ ആലപ്പുഴ ഭരിച്ച ഇടത് വലത് മുന്നണികൾ കാട്ടിയ അനാസ്ഥ പൊളിച്ചെടുക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ്റെ ജനകീയ സ്വീകാര്യത കണ്ട് കൃത്യമായി ആലപ്പുഴയെ പ്രധാന മണ്ഡലത്തിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ BJPയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു എന്നുള്ള സന്തോഷകരമായ വാർത്ത പുറത്തു വരുന്നു. ചുരുക്കത്തിൽ A ക്ലാസ് മണ്ഡലത്തിലേക്ക് വളരെ വേഗം മാറിയിരിക്കുന്നു ആലപ്പുഴയിൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു കൂട്ടം തന്നെ, ഒരു നിര തന്നെ ആലപ്പുഴയിലേക്ക് എത്തും. ആലപ്പുഴയുടെ മണ്ണിനെ കാവിയണിയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ശോഭാ സുരേന്ദ്രൻ BJPയുടെ കേന്ദ്ര നേതൃത്വം നൽകിയത്. ഇത് ശോഭാ സുരേന്ദ്രന് വലിയൊരു ഗുണമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്മൃതി ഇറാനി അടുത്ത ദിവസം തന്നെ ആലപ്പുഴയിലേക്ക് എത്തും. ആലപ്പുഴയിൽ ശോഭ ഒറ്റയ്ക്കല്ല, പാർട്ടിയുടെ ദേശീയ നേതൃത്വം കൂടെയുണ്ട് എന്ന സന്ദേശമാണ് ഇപ്പോൾ BJP നേതൃത്വം നൽകുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്ന ആ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസക്തിയാണ് ഇവിടെ വർദ്ധിക്കുന്നത്. ഏത് സാഹചര്യത്തിൽ, ഏത് മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയാലും ആ മണ്ഡലത്തിലെ ഒരു വലിയ വിഭാഗം ജനത്തിനെ കയ്യിലെടുക്കാനുള്ള ആ മാന്ത്രികത, ഇത് BJP ഇപ്പോഴല്ല ശോഭാ സുരേന്ദ്രനിലൂടെ കാണുന്നത്. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ 90,000 വോട്ട് മാത്രമുണ്ടായിരുന്ന ആറ്റിങ്ങലിൽ 2019 അവസാന ലാപ്പിലാണ് മത്സരിക്കാൻ എത്തിയതെങ്കിൽ ആ അവസാന ലാപ്പിലെ പ്രചരണം കൊണ്ട് തന്നെ ആ വോട്ട് നേട്ടം 90,000-ൽ നിന്ന് 2,48,000 എന്ന മാന്ത്രിക സംഖ്യയിലെത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. കഴിഞ്ഞ തവണയും ശോഭാ സുരേന്ദ്രൻ വിജയത്തിന് സമാനമായൊരു പോരാട്ടമാണ് ആറ്റിങ്ങൽ കാഴ്ചവെച്ചത്. അതോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലം A ക്ലാസ് മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെട്ടു. ഇപ്പോഴിതാ ആലപ്പുഴയിൽ നിയോഗിച്ചു. ആലപ്പുഴയും ചുരുങ്ങിയ സമയം കൊണ്ട് A ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിലെ ഇടതു വലത് സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനുള്ള എല്ലാ അടിത്തറയും ശോഭാ സുരേന്ദ്രൻ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ആലപ്പുഴയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ വലിയ അഴിമതി ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. നിയമപരമായ നടപടിക്ക് പോവുകയാണെങ്കിൽ നേരിടാൻ തയ്യാറാണെന്നും കോടതിയിൽ അതിൻ്റെ തെളിവുകൾ നൽകാമെന്നും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചിരിക്കുന്നു. ഇതോടുകൂടി കോൺഗ്രസ് ക്യാമ്പിൽ മറ്റൊരു തലവേദനയ്ക്ക് കൂടി തുടക്കമിട്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ജയമോ പരാജയമോ എന്തായാലും ശോഭാ സുരേന്ദ്രൻ KC വേണുഗോപാൽ എന്ന കോൺഗ്രസ് നേതാവിനെ വിയർപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ വിയർത്ത് മാത്രമേ പോവുകയുള്ളൂ. ആലപ്പുഴയുടെ മണ്ണിലെ അത്ഭുതകരമായ വളർച്ച, അത്ഭുതകരമായ നേട്ടം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. ഉടനടി ആലപ്പുഴയിലേക്ക് പ്രധാന നേതാക്കളെ അയക്കും. ഇനി ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്.